വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പരീക്ഷയുടെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ പരീക്ഷയ്ക്കുള്ളൂ. സോ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മളൊരു PYQ സെഷൻ ഒന്ന് നോക്കണ്ടേ? മാത്സിന്റെ കുറച്ച് ചോദ്യങ്ങൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ള കാര്യം ഒന്ന് അറിയണ്ടേ? ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ നമുക്ക് എക്സാം ഹാളിലേക്ക് പോകാൻ. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് മക്കളെ, നമുക്ക് മാത്സിനകത്ത് മൊത്തം 20 ചോദ്യങ്ങളാണുള്ളത്. ആ 20 ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾക്കും 1/2 മാർക്ക് വെച്ചിട്ടാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ 20 ചോദ്യങ്ങളാകുമ്പോൾ നമുക്ക് 10 മാർക്കാണ് കിട്ടുന്നത്. സോ ഈ 10 മാർക്കും വളരെ നിർണായകമാണ്. 1 മാർക്ക് പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. സോ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് 2021 നമ്മൾ എഴുതി മാറിയ ക്ലർക്ക് ക്യാഷ്യർ എന്ന് പറഞ്ഞ ഇതേ തസ്തികയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ആ 20 ചോദ്യങ്ങളാണ്. 2 ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ ഇതിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോവാണ്. നന്നായിട്ട് കണ്ടു നോക്കുക. സോ ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഡയറക്ഷൻ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ എടുത്ത് പഠിപ്പിച്ച ഭാഗമാണ്. സോ ഡയറക്ഷൻ അകത്തുനിന്ന് ഒരു ചോദ്യം വരുമ്പോൾ ഇത് സർക്കുലർ അറേഞ്ച്മെന്റ് കൂടിയാണെന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എത്ര പേരുണ്ട്? നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8 പേരാണുള്ളത്. ഈ 8 പേരാണ് ആർ സിറ്റിംഗ് ഇൻ എ സർക്കിൾ ഇൻ ദ സെയിം ഓർഡർ. കണ്ടോ, സെയിം ഓർഡറിൽ തന്നെയാണ് അവർ ഇരിക്കുന്നത്. അതായത് A കഴിഞ്ഞ B കഴിഞ്ഞ C അതേ ഓർഡറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഫോർ ലെങ്ത് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സർക്കുലർ അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് നമ്മളൊരു വൃത്തം അങ്ങോട്ട് വരയ്ക്കണം. കണ്ടോ, ഇനി 8 പേരാണ് ഇരിക്കുന്നത്. അപ്പൊ 8 പേരിരിക്കുമ്പോൾ കൃത്യം അകലമാണെങ്കിൽ ഒരാളെ നമുക്ക് മേളിൽ നിർത്തി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അടുത്ത ആള്, ഒരാളെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരാളുണ്ടാവും. അതേപോലെ ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, അങ്ങനെ കൃത്യം 8 പേര് നമ്മളെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തു. അതായത് 8 പേർക്ക് നമ്മൾ കസേര 8 കൊടുത്തു. ഇനി ഡയറക്ഷൻ ആണ്. എന്നിട്ട് പറയുന്നത് എന്തോന്നറിയോ? their പൊസിഷൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതായത് ക്ലോക്ക് കറങ്ങുന്ന ദിശയുടെ അതേ ദിശയിലാണ് കേട്ടോ. ക്ലോക്ക് കറങ്ങുന്ന എങ്ങനെ? ക്ലോക്ക് നമുക്കറിയാമല്ലോ, ക്ലോക്ക് കറങ്ങുന്ന ദിശ നമുക്കറിയാം. അതേ ദിശയിലാണ് ആളുകൾ ഇരിക്കുന്നത്. ആളുകൾ ഇരിക്കുന്നത് സെയിം ഓർഡർ ആണ്. A കഴിഞ്ഞ B കഴിഞ്ഞ C കഴിഞ്ഞ D കഴിഞ്ഞ ഈ ഓർഡറിലാണ് ഇരിക്കുന്നത്. പക്ഷേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് കറങ്ങുന്ന ദിശയുടെ അതേ ദിശയിലാണ് ആളുകൾ ഇരിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി C ഇരിക്കുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലാണെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ഡയറക്ഷൻ വരച്ചു. ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ഏറ്റവും വലത്തെ അറ്റത്താണ് നമ്മൾ ഈസ്റ്റ് അറേഞ്ച് ചെയ്യുന്നത്. മുകളിൽ നമ്മൾ നോർത്ത് അല്ലെങ്കിൽ വടക്ക് അറേഞ്ച് ചെയ്തു. നോർത്തിന്റെ ഓപ്പോസിറ്റ് സൗത്ത് ആണെന്ന് അറിയാം. ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് ആണെന്ന് അറിയാം. സോ ഇത് രണ്ടിന്റെയും കൂടെ, നോർത്തിന്റെ ഈസ്റ്റിന്റെ ഇടയിലുള്ള ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം നോർത്ത് ഈസ്റ്റ് ആണ്. അതേപോലെ സൗത്തിനും വെസ്റ്റിനും ഇടയിലുള്ള ഭാഗം അറിയാം സൗത്ത് വെസ്റ്റ് ആണ്. അതേപോലെ സൗത്തിനും ഈസ്റ്റിനും ഇടയിലുള്ള ഭാഗം സൗത്ത് ഈസ്റ്റ് ആണ്. അതേപോലെ നോർത്തിനും വെസ്റ്റിനും ഇടയിലുള്ള ഭാഗം നോർത്ത് വെസ്റ്റ് ആണെന്നും അറിയാം. ഇനി ചോദ്യകർത്താവ് പറയുന്നു C സിറ്റ്സ് ഇൻ ദ ഈസ്റ്റ് എന്നാ പറയുന്നത്. എടാ മക്കളെ, C ഇരിക്കുന്നത് ഈസ്റ്റിലാണ്. C ഇരിക്കുന്നത് ഈസ്റ്റില്. അപ്പൊ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് എൻഡ്. C ഇരിക്കുന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത്. C ഇരിക്കുന്നത് ഈസ്റ്റിലാണെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം C കഴിഞ്ഞാൽ D ആണ്, D കഴിഞ്ഞാൽ E ആണ്, E കഴിഞ്ഞാൽ F ആണ്, F കഴിഞ്ഞാൽ G ആണ്, G കഴിഞ്ഞാൽ H ആണ്. അപ്പൊ അടുത്തത് A ആണ്, B ആണെന്ന് മനസ്സിലാക്കിക്കൂടെ? A B C D E F G H അങ്ങനെ 8 പേരാണ് ഇരിക്കുന്നത്. C ഇരിക്കുന്നത് ഈസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി G ഇരിക്കുന്നത് വെസ്റ്റിലാണെന്ന് മനസ്സിലായി. സൗത്തിൽ ഇരിക്കുന്നത് E ആണെന്ന് മനസ്സിലായി. നോർത്തിലെ A ആണെന്ന് മനസ്സിലായി. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. എടാ മക്കളെ, നമ്മുടെ ചോദ്യം ഇതാണ്.
ബി ഇരിക്കുന്നത് എവിടെയാണ്? ദെൻ വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓഫ് ബി? ബി ഇരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ബി എവിടെയാണെന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ബി എവിടെ ഇരിക്കുന്നത്. ബി ഇരിക്കുന്നത്, എ ഇരിക്കുന്നത് നോർത്തിലാണ്, സി ഇരിക്കുന്നത് ഈസ്റ്റിലാണ്. സോ നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലുള്ള ഭാഗം, അതായത് നോർത്ത് ഈസ്റ്റ് ആണ്. വടക്ക് കിഴക്കെന്ന് പറയും, നോർത്ത് ഈസ്റ്റ്. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ആരെങ്കിലും ഒരാള് എവിടെങ്കിലും ഇരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതിന്റെ വലതുവശത്താണ് സി ഇരിക്കുന്നത്, ഇടതുവശത്താണ് എ ഇരിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, വലതെന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്, വലതെന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്, ഇടത് എന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ്. അതായത് ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാല് വലത് ഇടത് എന്നാണ് ചോദ്യകർത്താവ് പറയുന്നതെങ്കിൽ, വലത് ഇടത് എന്നാണ് ചോദ്യകർത്താവ് പറയുന്നതെങ്കിൽ ദാണ്ട നോക്കിക്കോണേ, ഇയുടെ വലതുവശത്താണ് ഡി ഇരിക്കുന്നത്, ആന്റി ക്ലോക്ക് വൈസ്. ഡിയുടെ വലതുവശത്താണ് സി ഇരിക്കുന്നത്, സിയുടെ വലതുവശത്താണ് ബി ഇരിക്കുന്നത്. അതേപോലെ ഇയുടെ ഇടതുവശത്താണ് എഫ് ഇരിക്കുന്നത്, എഫിന്റെ ഇടതുവശത്താണ് ജി ഇരിക്കുന്നത്, ജിയുടെ ഇടതുവശത്താണ് എച്ച് ഇരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇടതെന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ്, വലതെന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്. അതുകൂടി നിങ്ങൾ ഓർമ്മയിൽ ഓർത്തിരിക്കണം. സോ സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഭാഗം, അതേപോലെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഈ രണ്ട് ഭാഗങ്ങളും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയ. രണ്ടാമത്തെ ചോദ്യം കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മൾ സാധാരണ നമുക്കൊരു കൂൾ ഓഫ് ടൈം കിട്ടുമ്പോൾ തന്നെ നമ്മൾ ചോദ്യപേപ്പറിനകത്ത് നമ്മൾ എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങള് 1, 2, 3, 4, 5, 6, 7, 8 അപ് ടു 26 കൃത്യം അക്ഷരങ്ങൾ, അതായത് ആൽഫബറ്റ്സ് എഴുതിയിട്ട് അതിന്റെ നേരെ ഓരോന്നിന്റെയും എ ആണെങ്കിൽ 1, ബി ആണെങ്കിൽ 2, സി ആണെങ്കിൽ 3, ഡി ആണെങ്കിൽ 4, അങ്ങനെ കൃത്യമായിട്ട് ഓരോ ആൽഫബറ്റ് എഴുതിയിട്ട് അതിന് നമ്പറും കൊടുത്ത് നമ്മൾ ആദ്യമേ വെക്കാറുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യകർത്താവ് പറയുന്നത്, എടാ എ സ്റ്റാൻഡ്സ് ഫോർ 5, എ എന്ന് പറഞ്ഞാൽ 5, ബി സ്റ്റാൻഡ്സ് ഫോർ 6, ബി എന്ന് പറഞ്ഞാൽ 6 ആണ്, സി സ്റ്റാൻഡ്സ് ഫോർ 7, സി എന്ന് പറഞ്ഞാൽ 7 ആണ്, ഡി സ്റ്റാൻഡ്സ് ഫോർ 8, ഡി എന്ന് പറഞ്ഞാൽ 8. അങ്ങനെ പോകുന്നത്. അതായത് വേറെ പ്രശ്നമൊന്നുമില്ല. സത്യം പറഞ്ഞ എ എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു. 1 എന്നുള്ളത് ചോദ്യകർത്താവ് കൂടി ചെയ്തിരിക്കുന്ന 5. ബി സാധാരണ രീതി രണ്ടാമത്തെ പൊസിഷനിൽ വരുന്ന സംഖ്യയാണ്, പക്ഷേ 6 ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെ വരും. എ ബി സി ഡി ഇ എഫ് ജി നമ്മൾ ഇസഡ് വരെയുള്ള അക്ഷരങ്ങൾ എഴുതി വെക്കുമ്പോൾ 1, 2, 3, 4 എന്നതിന് പകരം എക്ക് പകരം 5, ബിക്ക് പകരം 6, 7 ഇങ്ങനെ പോകും. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഡു ദ ഫോളോയിങ് നമ്പർ സ്റ്റാൻഡ് ഫോർ 22? 22 പകരം ഏത് എന്നാണ് ചോദിച്ചത്. 22 പകരം 6 അല്ലേടാ, 22 പകരം 6 ആണെന്ന് മനസ്സിലായി. സോ 22 പകരം 6 ആണ്, 22 പകരം 6 ആണ്. അപ്പോ ഉത്തരത്തിന്റെ തുടക്കം 6 ആണെന്ന് മനസ്സിലായി. 6ൽ തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അപ്പോ ഡി ആയിരുന്നു ഇതിന്റെ ഉത്തരം. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയില്ലേ? അപ്പൊ 25 നോക്കിക്കേ, 25 നോക്കുമ്പോൾ യു ആണ്, കണ്ടോ, 25 യു ആണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. 25 യു ആണ്. അതേപോലെ 8 എന്ന് പറഞ്ഞാല് ഡി ആണ്. അതേപോലെ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 22 എന്ന് പറഞ്ഞ 6 ആണെന്ന് അറിയാം, കാരണം 22 6 ആണല്ലോ. 5 അവര് തന്നിട്ടുണ്ട്, എ ആണെന്ന് അറിയാം. അപ്പോൾ രണ്ടാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡിംഗ് പ്രോബ്ലം ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതും കിട്ടി. മൂന്നാമത്തെ ചോദ്യം ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, മാത്സിനകത്തെ ചോദ്യമാണ്. സോ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. സോ നമ്മുടെ ക്ലർക്ക് ക്യാഷ്യർ എക്സാമിന് വളരെ പ്രധാനപ്പെട്ട, മാത്സിനകത്തെ എല്ലാ ചാപ്റ്ററുകളും അത്രയും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കൂടി ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു ചോദ്യം മസ്റ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം. പറയുന്നു, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days.
എ ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അതേപോലെ ബി ക്യാൻ ഡു ദ സെയിം ജോബ് ഇൻ 24 ഡേയ്സ്. ബി അതേ ജോലി 24 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ദേ സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി തുടങ്ങി. ബട്ട് ആഫ്റ്റർ 6 ഡേയ്സ്, 6 ദിവസങ്ങൾക്ക് ശേഷം എ പിരിഞ്ഞുപോയി. ദെൻ ബി വിൽ ഡു ദ റിമൈനിങ് വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ് എന്നാണ് ചോദ്യം. അതായത് എ തനിയെ ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ബി ആണെങ്കിൽ 24 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി തുടങ്ങി 6 ദിവസങ്ങൾക്ക് ശേഷം എ പിരിഞ്ഞു പോയാൽ എടാ ബാക്കി ജോലി ബി തനിയെ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദിച്ചത്. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ പറയുന്ന ആദ്യത്തെ കാര്യം, തന്നിരിക്കുന്ന ദിവസങ്ങളുടെ ചോദ്യ പേപ്പറിനകത്ത് തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM എടുത്തു കഴിഞ്ഞാല് ആ LCM എന്താണോ അതാണ് ടോട്ടൽ വർക്ക്. അതാണ് നമ്മൾ ചാപ്റ്ററിൽ തുടക്കത്തിൽ പഠിക്കുന്നത് അല്ലേ. അതറിയാത്തവര് ചാപ്റ്റർ നന്നായിട്ട് കണ്ടിട്ട് തിരിച്ചു പോവാ. അപ്പോൾ ചോദ്യ പേപ്പറിനകത്ത് തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക. അതാണ് ടോട്ടൽ വർക്ക്. അതാണ് ടോട്ടൽ വർക്ക്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ദിവസങ്ങൾ 12ഉം 24ഉം അല്ലേടാ. 12ന്റെയും 24ന്റെയും LCM കണ്ടുപിടിക്കുക. അതാണ് ടോട്ടൽ വർക്ക്. അതാണ് ആകെ ജോലി. അതാണ് ആകെ ജോലി. സോ 12, 24 നമ്മൾ LCM കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണ്. അതായത് ഘടകക്രിയ രീതിയാണ്. സ്വാഭാവികമായിട്ടും ഘടകക്രിയ തൊട്ട് മുമ്പ് നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നമ്മൾ LCM കണ്ടുപിടിക്കാൻ ഘടകക്രിയ രീതി അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഏറ്റവും വലിയ സംഖ്യയിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 24 അല്ലേ. ആ 24 അങ്ങോട്ട് മാറ്റി നിർത്തുക. തന്നിരിക്കുന്ന സംഖ്യകളില് ഏറ്റവും വലിയ സംഖ്യ അങ്ങോട്ട് മാറ്റി നിർത്തുക. ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് ആ വലിയ സംഖ്യ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 24 ആണ്. 24നെ 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമല്ലോ. പറ്റും. അങ്ങനാണെങ്കിൽ 24 തന്നെയാണ് LCM. അങ്ങനാണെങ്കിൽ 24 തന്നെയാണ് LCM. 24 തന്നെയാണ് LCM. സിമ്പിൾ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആകെ ജോലി കിട്ടി. എങ്ങനെ ആകെ ജോലി കിട്ടിയത്? ടൈം ആൻഡ് വർക്കിന്റെ ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ചോദ്യത്തിനകത്ത് തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിച്ചാല് ആ LCM എന്താണോ അതാണ് ആകെ ജോലി. അതാണ് ആകെ ജോലി. ഇവിടെ 12, 24, 12ന്റെ 24ന്റെ LCM 24. അതാണ് ആകെ ജോലി. അതാണ് ആകെ ജോലി. 24 ആണ് ആകെ ജോലി. അപ്പൊ 24നെ നമ്മൾ ടോട്ടൽ വർക്കായിട്ട് അങ്ങ് വെച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്നറിയോ? എടാ 24 ജോലിയാണ് തീരേണ്ടത്. 12 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. എടാ 24 ജോലി തീരണം. ആ 24 ജോലി തീർക്കുന്നത് 12 ദിവസം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? ഒരു ദിവസം 2 ജോലി വെച്ചല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ദിവസം 2 ജോലിയാണ് ചെയ്യുന്നത്. ആര്? എ എന്ന് പറയുന്ന വ്യക്തി തനിയെ ഒരു ദിവസം 2 ജോലി ചെയ്യും. എങ്ങനെ കിട്ടി? 24നെ 12 കൊണ്ട് ഹരിച്ചാൽ മതി. എടാ 24നെ 12 കൊണ്ട് ഹരിച്ചാൽ മതി എന്ന്. അത്രേ ഉള്ളൂ. സിമ്പിൾ. സോ അങ്ങനെയാണെങ്കിൽ ബി അതേ ജോലി 24 ദിവസം കൊണ്ടല്ലേ പൂർത്തിയാക്കുന്നത്. എത്ര ജോലിയുണ്ട്? 24 ജോലിയുണ്ട്. 24 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? ഒരു ദിവസം ഒരു ജോലി ചെയ്യും. അപ്പൊ ഒരു ദിവസം ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ഒന്നുകൂടെ പറയാം. നമുക്ക് മൊത്തം തീർക്കേണ്ടത് 24 ജോലിയാണ്. എടാ മൊത്തം തീരേണ്ടത് 24 ജോലിയാണ്. 12 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് 2 ജോലി വെച്ചാണ് ചെയ്യുന്നത്. 24 ജോലി 24 ദിവസം കൊണ്ടാണ് തീർക്കുന്നതെങ്കിൽ ഒരു ദിവസം ഒരു ജോലി വെച്ചാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ എയും ബിയും കൂടെ
ഒരു ദിവസം എത്ര ജോലി ചെയ്യും എന്ന് ചോദിച്ചാല് രണ്ടും ഒന്നും കൂടെ കൂട്ടിയാൽ 3 ജോലിയാണ് ചെയ്യുന്നത്. ആര് എയും ബിയും കൂടെ ഒരു ദിവസം 3 ജോലിയാണ് ചെയ്യുന്നത്. എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് എത്ര എന്ന് ചോദിച്ചാല് 3 ജോലിയാണ് ചെയ്യുന്നത്. ഇനി ചോദ്യകർത്താവ് പറയുന്നു രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി തുടങ്ങി. ബട്ട് ആഫ്റ്റർ 6 ഡേയ്സ് 6 ദിവസം വരെ ഇവർ ഒരുമിച്ച് ഉണ്ടായിരുന്നു. എടാ ഒരു ദിവസം അവർ ചെയ്യുന്നത് 3 ജോലിയല്ലേ? ആണ്. അങ്ങനെ 6 ദിവസം ചെയ്തില്ലേ? ചെയ്തു. അപ്പൊ എത്ര ജോലി തീർന്നു? എടാ ഒരു ദിവസം 3 ജോലിയാണ് ചെയ്യുന്നത്. ഒരു ദിവസം 3 ജോലി ചെയ്യും. അങ്ങനെ 6 ദിവസമാണുള്ളത്. 6 ദിവസം കൊണ്ട് 6 × 3 18 ജോലി തീർന്നില്ലേ? 18 ജോലി അവിടെ തീർന്നു. 18 ജോലി കംപ്ലീറ്റഡ്. കാരണം എയും ബിയും കൂടെ ഒരു ദിവസം 3 ജോലി വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ 6 ദിവസമാണ് അവർ ഒരുമിച്ച് ജോലി ചെയ്തത്. അവ സ്വാഭാവികമായിട്ടും 6 × 3 18 ജോലിയാണ് തീർന്നത്. ഇനി ബാക്കി എത്ര ജോലിയുണ്ട്? ബാക്കി ഇനി മൊത്തം 24 ജോലി അല്ലായിരുന്നോ? ബാക്കി ഇനി 6 ജോലിയല്ലേ ഉള്ളൂ. ബാക്കിയുള്ളത് 6 ജോലിയാണ് ബാക്കിയുള്ളത്. എടാ ഈ 6 ജോലി ഉണ്ടല്ലോ, ഈ ബാക്കിയുള്ള 6 ജോലി ആരാ ചെയ്യുന്നത്? അത് നമ്മുടെ എ പോയി കഴിഞ്ഞാൽ പിന്നെ ബി മാത്രമല്ലേ ഉള്ളൂ. ബി തനിയാണ് ചെയ്യുന്നത്. ആ ബി തനിയെ ഈ ബാക്കിയുള്ള 6 ജോലി ചെയ്യാന് എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബി ഒരു ദിവസം ചെയ്യുന്നത് ഒരു ജോലിയാണ്. എടാ ബി ഒരു ദിവസം ഒരു ജോലി ചെയ്യും. അപ്പൊ ബാക്കിയുള്ള 6 ജോലി തീരണമെങ്കിൽ എത്ര ദിവസം വേണം? 6 ദിവസം വേണ്ടേ? ഒരു ദിവസം ഒരു ജോലിയല്ലേ ചെയ്യുന്നത്. ഒരു ദിവസം ബി ചെയ്യുന്നത് ഒരു ജോലിയാ. നമുക്ക് തീരേണ്ടത് 6 ജോലിയാ. കാരണം 18 ജോലി തീർന്നു. ബാക്കിയുള്ള 6 ജോലിയാണ് ചെയ്യേണ്ടത്. ആ ബാക്കിയുള്ള 6 ജോലി ചെയ്യാന് ബി എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള 6 ജോലിയാണ് തീരേണ്ടത്. ഒരു ദിവസം ചെയ്യുന്നത് ഒരു ജോലിയാണ്. അങ്ങനെയാണെങ്കിൽ 6 ദിവസം കൊണ്ട് 6 ജോലിയും തീരും. അല്ലെങ്കിൽ നമുക്ക് തീരേണ്ടത് 6 ജോലിയാണ്. 6 ഒരു ദിവസം ചെയ്യുന്നത് ഒരു ജോലിയാണ്. സോ 6/1 6. അതായത് 6 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്നർത്ഥം. കണ്ടോ? അതായത് ചോദിച്ചത്. ദെൻ ബി വിൽ ഡു ദ റിമൈനിങ് വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ് എന്നാണ് ചോദിച്ചത്. ഉത്തരം 6 എന്ന് വരും ആൻസർ. സിമ്പിൾ. സോ അങ്ങനെ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനകത്തെ റോങ് നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ റീസണിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് റോങ് നമ്പർ കണ്ടുപിടിക്കാൻ, നമ്പർ സീരീസ്, കോഡിങ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അതായത് റീസണിങ് ചോദ്യങ്ങളാണ് പ്രോബബിളി കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് അങ്ങനെയാണ്. മറ്റുള്ള പരീക്ഷകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമ്മുടെ ഈ CSEB നടത്തുന്ന എല്ലാ പരീക്ഷകളിലും മാത്സ് ഉള്ള പരീക്ഷകൾക്കൊക്കെ തന്നെ സാധാരണ രീതിയിൽ റീസണിങ് ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. അതിൽ റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ്, കോഡിങ്, ഡീകോഡിങ്, ഒറ്റയാൻ എന്നൊക്കെയുള്ള സാധനമാണ്. ഇവിടെയും അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. റോങ് നമ്പർ അല്ലെങ്കിൽ ഓഡ് മാൻ ഔട്ട് ഏതെന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ഈ 12, 20, 30, 42 ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 12, 20, 32, 30, 42 കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും ഇല്ല. കുറെ PYQs ചെയ്ത് അങ്ങ് പഠിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് 12, 20, 30, 42 ഇങ്ങനെയുള്ള സീരീസ് ഒരുപാട് തവണ ചോദിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇത് ഒരുപാട് തവണ ചോദിച്ചതായതുകൊണ്ട് പിള്ളേരുടെ മനസ്സിൽ പെട്ടെന്ന് വരും. കാരണം 12, 20, 30 കാണുമ്പോഴേ അവര് പറയും. എന്താ പറയുമെന്നറിയോ? 12 എന്ന് പറഞ്ഞാല് 3 × 4 ആണ്. 12 എന്ന് പറഞ്ഞാല് 3 × 4 ആണ്. 20 എന്ന് പറഞ്ഞാല് 4 × 5 ആണ്. 30 എന്ന് പറഞ്ഞാല് 5 × 6 ആണ്. 42 എന്ന് പറഞ്ഞാല് 6 × 7 ആണ്. 54 എന്ന് പറഞ്ഞാല് 7 × 8 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വരേണ്ടത് 3 × 4, 4 × 5, 5 × 6, 6 × 7, 7 × 8, 7 × 8, 7 × 8 56 ആണ് വരേണ്ടത്. 56 പകരം വന്നത് 54. തെറ്റല്ലേ? അപ്പൊ 54 അല്ലേ ഉത്തരം? അപ്പൊ അടുത്തത് വരേണ്ടത് എന്ത് തന്നെയാണ്? 8 × 9 കറക്റ്റ് 72 വന്നിട്ടുണ്ട്. അതേപോലെ 9 × 10 കറക്റ്റ് 90 വന്നിട്ടുണ്ട്. അടുത്തത് 10 × 11 കറക്റ്റ് 110 വന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ബാക്കിയുള്ളതെല്ലാം വന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി 54 ആയിരുന്നു റൈറ്റ് ആൻസർ. അടുത്തത് അഞ്ചാമത് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ മിസ്സിംഗ് ആണ്, മിസ്സിംഗ് സീരീസ് ആണ്. അതായത് 12 ഉണ്ട്, 25 ഉണ്ട്, 49 ഉണ്ട്, 99 ഉണ്ട്, 197 ഉണ്ട്, 395 ഉണ്ട്. അടുത്ത നമ്പർ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ നമ്പർ സീരീസ് ആണ്. അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഇതും പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. 12 കഴിയുമ്പോൾ 25ലേക്കാണ് പോകുന്നത്. ഈ 12 25 കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും, എടാ 12ന്റെ ഡബിൾ ആണ് 24, 24ന്റെ കൂടെ 1 കൂട്ടി 25. പെട്ടെന്ന് മനസ്സിൽ 25ന്റെ ഡബിള് 50, 50 1 കുറച്ച് 49. അപ്പൊ എന്തോ ഒരു ബന്ധമുണ്ട് അവിടെ അല്ലേ? അതാണ് സംഭവം. തൊട്ട് മുമ്പുള്ള സംഖ്യ 12 ആണ്. 12നെ ഡബിൾ എടുത്തു. 12 2 24, 12 2 24, 24ന്റെ കൂടെ 1 കൂട്ടി 25. ആ 25 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അടുത്തത് തൊട്ട് മുമ്പുള്ള സംഖ്യ 25 അല്ലേ? 25ന്റെ ഡബിൾ, 25ന്റെ ഇരട്ടി 50. 50ന്ന് 1 കുറച്ചുള്ളത് അടുത്തായിട്ട് എഴുതിയേക്കുന്നത് 49 എഴുതിയേക്കുന്നത്. അപ്പോൾ 50ന്ന് 1 കുറച്ചാൽ കറക്റ്റ് 49 വന്നു. അപ്പോൾ 49ന്റെ ഇരട്ടി എടുത്താട്ടെ. 49ന്റെ ഇരട്ടി 98 അല്ലേടാ? 49ന്റെ ഇരട്ടി 98. ആ 98ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 99 കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, 1 കൂട്ടി 1 കുറച്ചു, 1 കൂട്ടി 1 കുറച്ചു. ആ സീരീസ് ആണെന്ന് മനസ്സിലാക്കണം പെട്ടെന്ന്. 99ന്റെ ഇരട്ടി എടുക്കുക, തൊട്ട് മുമ്പുള്ള സംഖ്യയുടെ ഇരട്ടി എടുക്കുക. 99ന്റെ ഇരട്ടി 198 ആണ്. ആ 198ന്ന് 1 കുറച്ചു, അപ്പൊ 197. കണ്ടോ? കറക്റ്റ് ആയിട്ട് വരുന്ന കണ്ടോ? 1 കൂട്ടി 1 കുറച്ചു, 1 കൂട്ടി 1 കുറച്ചു, അങ്ങനെ പോവാ. അപ്പൊ സ്വാഭാവികമായിട്ടും 197 ആണല്ലോ മുമ്പിൽ കിടക്കുന്നത്, ആ നമ്പറിന്റെ മുമ്പിൽ കിടക്കുന്നത്. 197ന് ഡബിൾ എടുക്കണം. 197ന്റെ ഇരട്ടി എടുത്തിട്ട് 1 കൂട്ടണം. 197ന്റെ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 394. ആ 394ന്റെ കൂടെ 1 കൂട്ടിയാൽ 395 വരും. അപ്പൊ അടുത്തത് 395ന്റെ ഇരട്ടി എടുക്കണം. 395ന്റെ ഇരട്ടി എടുത്തിട്ട് അവസാനം 1 കൂട്ടുമല്ലായിരുന്നു ചെയ്തത്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? 1 കുറയ്ക്കണം. 1 കുറച്ചായിട്ട് അങ്ങോട്ട്. അതായത് 395ന്റെ ഡബിൾ 395ന്റെ ഇരട്ടി എടുക്കുക. 2 10 ശിഷ്ടം 1, 9 2 18 1, 19 വീണ്ടും ശിഷ്ടം 1, 3 2 6 1 7, 790 790 വരും. എടാ 790ന്ന് 1 കുറയ്ക്കേ. 790ന്ന് 1 കുറച്ചാല് 789 അല്ലേ? സോ 789 ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ വീണ്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. തൊട്ട് മുമ്പിലുള്ള സംഖ്യയുടെ ഡബിൾ എടുക്കുക, 1 കൂട്ടുക, പിന്നെ 1 കുറയ്ക്കണം. അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പോലെ, മാത്സ് പോലെ നമുക്ക് ഒരു മെത്തേഡ് ഒന്നും ഇല്ല. ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ നമ്മൾ 2021 ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതായത് ഇനി നമ്മുടെ പരീക്ഷ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ ഇനിയും പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്. പഠിച്ചു തുടങ്ങി ഏകദേശം ഒരു 50% 60% ആയ ഉദ്യോഗാർത്ഥികളും ഒക്കെ ഉണ്ട്. അതേപോലെ അവസാന 1-2 റിവിഷൻ കഴിഞ്ഞ ആളുകളും ഉണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 30 ദിവസത്തെ ക്രാഷ് കോഴ്സുമായിട്ടാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു ലിമിറ്റഡ് സമയം കൊണ്ട് പരമാവധി നമ്മുടെ എക്സാമിന് വേണ്ട പരമാവധി കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രാഷ് ബാച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. കൃത്യം നമ്മൾ ഓരോ ബാച്ചിനും ഓരോ മെന്റർമാർ കാണും. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അവിടെ ചോദിക്കാവുന്നതാണ്. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ PDF നോട്ടുകൾ നമുക്ക് കിട്ടും.
സോ അത് പ്രിന്റ് എടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് തവണ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. സോ ആ ഒരു ലിമിറ്റഡ് സമയം കൊണ്ട് പരമാവധി പോർഷൻ തീർക്കുക, ഒരുപാട് തവണ റിവിഷൻ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഹോട്ട് പോയിന്റ്സ് മാത്രം ഓരോ സബ്ജക്റ്റിന്റെയും ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം കണ്ടെത്തിയിട്ടാണ് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പരമാവധി പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. 892100440580 എന്ന് പറയുന്ന ആ ഒരു ബോർഡ് നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ആ ഒരു ബാച്ച് നമ്മൾ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഇനി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് വേണ്ട ഓരോ ടോപ്പിക്കുകൾ, ഇപ്പൊ വീഡിയോസ് ആയിട്ടും ഇപ്പൊ റെക്കോർഡ് ക്ലാസ്സുകളാണെങ്കിലും ലൈവ് ക്ലാസ്സുകളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ മാത്സിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളത്, ആ ഒരു ഭാഗം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത വീഡിയോസ് വരുന്ന സമയത്ത് അത്തരം ചാപ്റ്ററുകൾ അല്ലെങ്കിൽ അത്തരം ടോപ്പിക്കുകൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരമാവധി വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസിന് വേണ്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാത്തിരിക്കാം. സോ ടേക്ക് കെയർ.